എല്ലാവർക്കും നമസ്കാരം. ഞാൻ പേടിച്ചു, നമസ്കാരം പറയുമ്പോൾ ആരും മിണ്ടില്ലെന്ന് വിചാരിച്ചു. ഭാഗ്യം. താങ്ക് യു. ജീവിതത്തിൽ സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് എൻ്റെ. കാരണം മണിരത്നം ഫിലിം, അതും കമൽ സാറിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നേരിട്ട് കാണാന്ന് പറയുന്നത്, അത് എന്താ പറയുക, നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റും, അതൊരു വലിയ കാര്യമാണ്. അത് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെന്താ പറയാ, സ്റ്റക്കായി പോയി. പറയാം, ഒരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നന്നായി അഭിനയിക്കാൻ പറ്റും, അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും. അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത്, അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അഭിനയിച്ചിട്ടുള്ള ആളാണ് കമൽ സാർ. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ 38 മേലെ, 39 മേലെയാണെന്ന് തോന്നുന്നു ഡബിൾ റോളുകൾ, അതും 10 വരെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള കമൽ സാർ. നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറെ റെഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട, അത്രയും മഹാനായ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഒപ്പം മണിസാറും. അപ്പോൾ ഞാനും ജൂൺ 5 വേണ്ടി കാത്തിരിക്കുകയാണ് തഗ് ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം. താങ്ക് യു. തന്ന കൈകടികൾക്കും നല്ല വർത്താനങ്ങൾക്കും താങ്ക്സ്. നമുക്കെല്ലാവർക്കും അഭിമാനമാണ് ജോഷു ഏട്ടൻ ഇന്ന് കമൽ സാറിനോട് ഒരു വേദി പങ്കിടുന്നതിൽ. നേരത്തെ സൂര്യ സാറിനോട് പണം ചെയ്തു, വേറെ ലെവൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഗംഭീര കൈയടി കൊച്ചിയുടെ, കേരളത്തിന്റെ സാർ. എല്ലാവർക്കും നമസ്കാരം. തഗ് ലൈഫ് ജൂൺ 5 മണിരത്നം, റഹ്മാൻ, രവി കെ ചന്ദ്രൻ, അൻബറികൾ, STR, അഭിരാമി, അശോക്, ജോജു, നാസർ ഭായ്, ഇനിയും ഒരുപാട് പേരുണ്ട്. തൃഷ, സോ ഇത്രയും പറഞ്ഞാൽ മതി. യു സീ ദ റെസ്റ്റ്. ആൻഡ് ഇപ്പോൾ ഇവരെല്ലാവരും പറയുകയാണ് എനിക്ക് ഒരു നല്ല ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫ് ടൈം കുറച്ച് നീണ്ടുപോയി എന്നല്ലാതെ എനിക്കും ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ടാലൻറ്റ് നെക്സ്റ്റ് ജനറേഷനുമായിട്ട് മത്സരിക്കുന്നത് എനിക്കിഷ്ടമാണ്. തോറ്റുപോയാലും കുഴപ്പമില്ല. That is the mindset of an elder brother, if you are even younger, of a father. So I like this. I will continue doing this. I'll continue bringing many more talents to discerning audience like you. Why am I doing it? Because that's what was done to me in Kerala and in Tamil Nadu by Mr. K. Balachandar, and it continues, and I want to give what I got back to every place in India, especially Kerala, because this is where I was born as a lead man in cinema. So ആ നന്ദിയുണ്ട്. ഇങ്ങ இருக்கக்கூடிய தமிழ் ரசிகர்களுக்கு ஒன்னு யோசிச்சு பாருங்க. தமிழ்நாட்டிலையும் மலையாளத்தில் பேசலாம், ஆனா ரொம்ப நேரம் பேசினா புரியாது. இங்க புரியும். சோ எல்லாரும் பக்கத்து ஸ்டேட்ல உள்ள பாஷையை கத்துக்குங்க. ஹிந்தி அப்புறம் பார்க்கலாம். எங்க பாஷை ஃபர்ஸ்ட் அழிஞ்சு போகாம பார்க்க வேண்டியதுதான் எங்க கடமை. அதை இந்த ஊர்ல வந்து சொல்ற தில்லி எப்படி இருக்கு தெரியுமா? நாம் அனைவருமே திராவிடர்கள். அந்த பெருமையுடன் we offer our family Thug Life. Namaskaram. Kamal sir, Velu Nayakar
37 വർഷങ്ങൾക്ക് മുമ്പ് നായകനായിട്ട് മണി സാറിനോട് വന്നു. ഇവിടെ ശക്തിവേൽ നായകർ വരികയാണ്. ആ വേലു നായകരും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഇല്ല, എക്സെപ്റ്റ് ദേ ആർ ഇൻ ദ സെയിം പ്രൊഫഷൻ. പ്രൊഫഷൻ ഒന്നാണ്. ഹൗ വിൽ Lal sir and Mammootty and Kamal Haasan become the same? We are in one profession, but each is a great talent. You know how I slipped in my name into this, you must notice that. കലാകാരന്മാരുടെ എൻ്റെ പേര് ചേർത്തു. I am proud. സോ നേരത്തെ പറയുകയുണ്ടായി നമ്മൾ പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് ലാലേട്ടനെ അളിയ എന്നാണ് വിളിച്ചത്. അതെ അതെ, ആ ഭാഗ്യം കിട്ടി. ഞാൻ വിചാരിച്ച എൻ്റെ വയസ്സുകാരനായിരിക്കും എന്ന് പിന്നെയാണ് അറിഞ്ഞത്. പിന്നെ ഐ കോൾഡ് ഹിം അളിയ ടുഡേ. എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഒരുപാട് മലയാളി ഓർമ്മകളുള്ള ആളാണ് കമൽ സാർ. മലയാളത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു വരി ഓർക്കാം? ഏതെങ്കിലും ഇവിടെ ആർക്കും അത് അറിയില്ലായിരിക്കും. ഗോപാലൻ സാറിന് മനസ്സിലാവും. താതയ്യൻ കാട്ടിലെ തക്കാളി കാട്ടിലെ തത്തമ്മ പണ്ടൊരു വീട് കെട്ടി കല്ലല്ല ഓയ് മണ്ണല്ല, കല്ലല്ല മണ്ണല്ല മരമല്ല, കൽക്കണ്ടം കൊണ്ടൊരു വീട് കെട്ടി. കണ്ണും എന്ന സിനിമയിൽ ബാലതാരമായ ഒരു നടൻ പാടിയ പാട്ടാണ്. വായിസ് കുറച്ച് ഗ്രഫായി പോയി, അത്രയേ ഉള്ളൂ. സേതു സാറാണ് എന്നെ കേരളത്തിൽ 2 പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബാലനടനായിട്ടും പിന്നെ ലീഡ് ആക്ടറായിട്ടും ഇൻ കന്യാകുമാരി. യെസ്, ഐ ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ് ഇൻ കേരള. എത്ര ക്ലാരിറ്റിയിൽ ഒരു മലയാള സോങ്, വളരെ ചെറിയൊരു സോങ്, എത്ര ഗംഭീര കാര്യം ഇപ്പോൾ കമൽ സർ ഫോർ ബീയിങ് such a wonderful sport. And I had the opportunity of making my 5-year-old daughter sing this to Sethu sir. wow. And he had tears in his eyes, and I was so happy. I had tears too. അപ്പോൾ ആ കൊച്ചുകുട്ടി നോക്കിയാണ് ഈ വയസ്സന്മാർ എന്തിനാ പറയുന്നത്. I just sang a good song. We have lot of memories. Thank you. Yeah, your question. And also കമൽ സാർ, ഇപ്പം കുട്ടികളെ പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. 6 വയസ്സിലുള്ള സിനിമയിലേക്ക് വന്ന ഒരു പഴയ കുട്ടി ഉണ്ടായിരുന്നു. 6 വയസ്സിൽ വന്ന ആ കുട്ടിയോട് ഇന്നത്തെ കമൽ ഹസൻ സാറിന്, ഈ കമൽ ഹസൻ സാറിന് എന്താണ് പറയാനുള്ളത്? ആ 6 വയസ്സുള്ള സിനിമയിലേക്ക് കടന്നു വന്ന അല്ല, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഐ ഹാവ് ലോസ്റ്റ് ദാറ്റ് ഓണസ്റ്റി. ആ ചെക്കനുണ്ടായിരുന്ന ഓണസ്റ്റി ഇപ്പോൾ ഇല്ല. സോ അവൻ ചോദിക്കുന്ന ചോദ്യം because he'll ask the pertinent questions that a good audience will ask, he will ask. But പതുക്കെ ഇങ്ങനെ വന്ന് I become blunted a bit. He was sharp. ബ്യൂട്ടിഫുൾ. സാർ, അതോടൊപ്പം തന്നെ സാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ സിനിമ ആസ്വദിക്കുന്ന എല്ലാവർക്കും കമൽ സാർ ഒരു 100% പെർഫെക്ഷനിസ്റ്റ് ആണ്. കമൽ സാറിന്റെ അങ്ങനെ ഒരു കാര്യമില്ല. There is only excellence. You can't be perfect. That is hubris. Everything is work in progress. This world is work in progress. Art is work in progress. Politics is work in progress. കഴിഞ്ഞിട്ടില്ല, പണി തീരാത്തത്. ബ്യൂട്ടിഫുൾ. അഗൈൻ മലയാളം ടൈറ്റിലോട്ട് തന്നെ വന്നു. ഒരു കാര്യം കൂടെ ചോദിക്കാൻ പ്രത്യേകിച്ചുള്ളത്, കമൽ ഹസൻ സാർ വിത്ത് സിംബു ഫേസ് ഓഫ്. இப்போ தமிழ்ல சொல்லட்டுமா மலையாளத்தில் சொல்லட்டுமா? ஓகே. கமல் சார். ஓகே, நான் சொல்றேன். இன்னொரு குழந்தை நட்சத்திரத்தை பத்தி பேசிட்டு இருந்தோம். இப்ப இன்னொரு குழந்தை நட்சத்திரத்தை பத்தி பேசுறோம். அவர் தான் எஸ்டிஆர். என்ன மாதிரியே அவர் வந்தவர். இன்னும் என் வயசு வரும்போது கிட்டத்தட்ட என் எக்ஸ்பீரியன்ஸ் இல்லை, கொஞ்சம் ஜாஸ்தியாக கூட இருக்கலாம், சொல்ல முடியாது. எப்போ வந்தாலும் தெரியாது. 3-4 இருக்கும். அப்படின்னா என்னை விட 1 வயசு ஜாஸ்தியாக இருக்கும்போது என் எக்ஸ்பீரியன்ஸ் அவருக்கு கண்டிப்பாக வந்தே தீரும். அதாவது அன்பீட்டபிள்னு ஒரு ஆர்டிஸ்ட் கிடையவே கிடையாது. அடுத்து வருவான்.
அதைத்தான் நான் காட்டுறேன் உங்களுக்கு. எனக்கு அதில் ஒரு வெக்கமும் கிடையாது. அப்படி காட்டித்தான் நான் வந்தேன். சிவாஜி சார் காட்டல, உங்களுக்கு என்ன? அந்த மாதிரி தான். ஸோ ஐ எம் ஒன்லி டூயிங், ஐ எம் காப்பிங் மை எல்டர்ஸ். அண்ட் எஸ்டிஆருக்கு நிறைய டேலண்ட் இருக்கு, ஆனா அது இன்னும் கூடும். அடுத்த முறை நான் இங்க வந்து பேசும்போது அந்த படத்தில் நான் இருந்தால் இதை விட ஜாஸ்தி அப்ளாஸ் எனக்கு கேட்கணும். That is the true cinema fan speaking. அவனே ஒரு கட்சி இல்லை, there is no bias. He just enjoys everything. That's what I'm doing now. Thank you. And one final question, Kamal sir. തഗ് ലൈഫിലിരുന്നോ അല്ലെങ്കിൽ കമൽ സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വരി, അറ്റ്ലീസ്റ്റ് ഒരു വരിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രം തഗ് ലൈഫ് എനിവേ ലൈക്ക്. അത് ട്രെയിലറിലുണ്ട്, നല്ല സൗണ്ട് സിസ്റ്റം മിക്സിങ്ങും ഒക്കെ ഉണ്ട്. ഇതിൽ സാധാരണ ഒരു ഡയലോഗാണ്. അത് ഇവർ പറയും June 6th, June 5th ആഫ്റ്റർനൂൺ പറയും എല്ലാവരും. ആൻഡ് ഐ ലൈക്ക് ടു ഹിയർ ദോസ് വോയിസസ് because I am bored of my voice. Thank you. And so June 5th എല്ലാവരും തിയേറ്ററിലേക്ക് ആ മണി സാറിനെയും ആ കമൽ സാറിനെ AR റഹ്മാനെ വീണ്ടും ആസ്വദിക്കാനായിട്ട് എത്തുകയാണ്. ആ എല്ലാവരോടും ആസ് എ ഫൈനൽ വൈൻഡ് അപ്പ് തിങ് 2 വാക്കും കൂടെ പറഞ്ഞിട്ട് we will call it a night. Okay, I've watched this film many times. I'm going to watch it many more times before June 5th. So on June 5th I'll be watching you, all of you. I'm looking forward to it. I'm more eager than you are. പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. I relish it. I'm living this long only because of that applause. This is my tonic. And ആ applause ആർക്ക് കിട്ടിയാലും എനിക്കത് കേൾക്കും. അതിൽ ഞാനും ഉണ്ട്, കയ്യടിയിലും ഉണ്ട്. If opportunity permits me, I will be given a bit of that applause. അത്രയും മതി എനിക്ക്. Love you sir, love you lots Kamal sir.